SLC കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ഏതൊരു ടോപ്പിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടി ഞാൻ ആരംഭിച്ചിരുന്ന ഒരു പുതിയൊരു സീരീസ് ആയിരുന്നു ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല. കഴിഞ്ഞ കുറെ നാളുകളായി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കൂടെയുണ്ട്. അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത മുഴുവൻ ടോപ്പിക്സിന്റെ വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഓരോ വീഡിയോന് താഴെ നിങ്ങൾ ഒരുപാട് പേർ പോസിറ്റീവ് കമന്റുകൾ ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത സീരീസിൽ തൊട്ടടുത്ത വീഡിയോയിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന അഭിപ്രായം കൂടെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോന് താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഐസോമെറിസം എടുത്തു തരാനാണ്. ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾ ഇത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കുന്നു അത്രത്തോളം വളരെ ഈസിയാണ്. പക്ഷേ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. കാരണം ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല. ആദ്യം തന്നെ ഐസോമെറിസം എന്താണെന്നുള്ള കാര്യത്തോട് നമുക്ക് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഐസോമെറിസം എന്നുള്ള കാര്യം. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറന്റ് ആണ്. ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറന്റ് ആയിരിക്കും. അതായത് തന്മാത്രാ വാക്യം സെയിം ആയിരിക്കും, പക്ഷേ ഇവയുടെ രാസഭൗതിക ഗുണങ്ങളെല്ലാം എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ. ഇവന്റെ മോളിക്കുലാർ ഫോർമുലയും ഇവന്റെ മോളിക്കുലാർ ഫോർമുലയും സെയിം ആണ്, പക്ഷെ കാണാൻ രണ്ടാളുകളാണ്. രണ്ടുപേരുടെയും പേരും ഡിഫറന്റ് ആണ്. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് പറയുക, ഐസോമേഴ്സ് എന്ന് പറയുക. 3 ടൈപ്പ് ഐസോമേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് ചെയിൻ ഐസോമറിസം, മറ്റൊന്ന് പൊസിഷൻ ഐസോമറിസം, പിന്നെ ഒന്ന് ഫംഗ്ഷണൽ ഐസോമറിസം. ഈ 3 ഐസോമേഴ്സുകൾ എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് എന്നും ഈ 3 ഐസോമേഴ്സ് ആണ് തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ ഐസോമർ പൊസിഷൻ ഐസോമർ ആണോ ഫംഗ്ഷണൽ ഐസോമർ ആണോ അല്ല ചെയിൻ ഐസോമർ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏത് ടൈപ്പ് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഒന്നാമത്തിലോട്ട് കിടക്കുന്നത് ചെയിൻ ഐസോമറിസം. ചെയിൻ ഐസോമറിസത്തിൽ തരുന്ന കോമ്പൗണ്ടിന്റെ പ്രത്യേകത, അതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 10ാം ക്ലാസ്സിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കാർബണും ഹൈഡ്രജനും മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഓക്സിജനോ ക്ലോറിനോ ബ്രോമിനോ അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. ഇവിടെ നോക്കി, ഇവിടെ തന്നിരിക്കുന്ന 2 ആളുകളിൽ ഇവിടെയുള്ള മുഴുവനും എന്താണ്, കാർബൺ ഹൈഡ്രജൻ മാത്രമാണ്. ഒരാളുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 2 3 4 കാർബണിൽ ഇവനെന്താണ്, സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഇത് ബ്യൂട്ടൈൻ ആണ്. ഇതിൽ ഇവന്റെ പേരെന്താ, 3 കാർബൺ ഇങ്ങനെ മുകളിലുണ്ട്, ഒരാൾ ബ്രാഞ്ചായി കിടക്കുന്നു. ഇവന്റെ പേരെന്താണ്, 2 മീഥൈൽ അല്ലെ, രണ്ടാമത്തതിൽ മീഥൈലുള്ള പ്രൊപ്പെയിൻ, 2 മീഥൈൽ പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ 2 വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ. ഇവരെങ്ങനെയാണ് ഐസോമേഴ്സ് എന്നുള്ള കാര്യം പറയുക വളരെ ഈസിയാണ്. ഇതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള കാർബണുകളുടെ എണ്ണം നോക്കുക, ഹൈഡ്രജൻ എണ്ണം നോക്കുക. ഇതിനകത്തുള്ള കാർബണുകളുടെ എണ്ണം 4 ആണ്, ഹൈഡ്രജനുകളുടെ എണ്ണം എത്രയാണ്, 3 3 6 4 10 ആണ്. റെഡി, 10. ഇനി ഇവിടെ നമുക്ക് നോക്കാം, 1 2 3 4 കാർബണുകളാണ്. 4 കാർബൺ, ഹൈഡ്രജനോ 3 3 3 9 9 1 10 ഹൈഡ്രജനുകളാണ്. ഇതിനകത്ത് ആകെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഇങ്ങനെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ട് വരുന്നു, പക്ഷേ ഡിഫറൻറ്റ് സ്ട്രക്ചർ, വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകളാണ്. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് പറയുക, ചെയിൻ ഐസോമേഴ്സും. അപ്പോൾ ചെയിൻ ഐസോമേഴ്സിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, കാർബണും ഹൈഡ്രജനുകൾ മാത്രമേ ഉള്ളൂ. നീണ്ടു കിടക്കുന്ന ആ ചെയിനിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരിക, ബ്രാഞ്ചുകൾ ഉണ്ടാവുക, ശാഖകൾ വരിക, അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറയാം, ചെയിൻ ഐസോമേഴ്സ് പറയാം. നീണ്ടു കിടക്കുന്ന ചെയിനിൽ എന്തെങ്കിലും മാറ്റം വരുന്ന കേസാണത്. ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ തരട്ടെ. ഒരു വലിയ സാധനം എടുക്കുന്നുണ്ട്, പെൻറ്റീൻ. ഈ പെൻറ്റീൻ എന്ന് പറയുന്നതിൽ എത്ര കാർബൺ ആണ് നോക്കിക്കോളൂ. പെൻറ്റീൻ എന്ന് പറയുന്നത് എത്ര കാർബൺ ആണ്, 5 കാർബൺ ഉണ്ട്. ഹൈഡ്രജന്റെ എണ്ണം നിങ്ങൾക്ക് കിട്ടും 12 ഹൈഡ്രജനുകൾ. റെഡി. തൊട്ടടുത്ത് 1 2 3 4 കാർബണേ ഉള്ളൂ, ഒരാൾ ബ്രാഞ്ചായി കിടക്കുകയാണ്. എങ്ങനെയാണ്, 5 നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ 4 മാത്രമേ ഉള്ളൂ, ഒരാൾ ബ്രാഞ്ചായി കിടക്കുകയാണ്, ശാഖയായി കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിലും കാർബണുകളുടെ എണ്ണം 5 ആണ്. 1 2 3 4 5 കാർബൺ ഉണ്ട്. 3 3 6 9 10 11 12 ഹൈഡ്രജനും ഉണ്ട്. ഇനി അതുപോലെ വീണ്ടും ഒരു ബ്രാഞ്ച് വന്നു. ഇവിടെ 3 കുറഞ്ഞ് വീണ്ടും ഒരു ബ്രാഞ്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നിരിക്കാന്ന് വിചാരിക്കുക. ഇതെല്ലാം എങ്ങനെയാണ് പരസ്പരം ഐസോമറുകളാകുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അവസാനം നമ്മൾ ചോദ്യവും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കാർബണുകളുടെ എണ്ണവും 5 ആണ്, ഹൈഡ്രജനുകളുടെ എണ്ണം എത്രയാണ്, 3 3 3 3 4 3 12 ഹൈഡ്രജനുകളാണ്. ഇവരെല്ലാവരും പരസ്പരം എന്താണ്, ചെയിൻ ഐസോമർസം. ഇത് എങ്ങനെയാണ് ചെയിൻ ഐസോമർസം പറയാൻ പറ്റുക, മോളിക്കുലാർ ഫോർമുല എല്ലാം സെയിം ആണ്, അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഉറപ്പിച്ചോ അത് ചെയിൻ ഐസോമർസമാണ്. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണം, കാർബൺ ഹൈഡ്രജൻ മാത്രം ഉണ്ടാവണം. അങ്ങനെയുള്ളതിനെന്ന് പറയുക ചെയിൻ ഐസോമർസ് എന്ന് പറയും. ഇനി മറ്റൊന്നിലോട്ട് കിടക്കാം, പൊസിഷൻ ഐസോമർസിൽ കാർബൺ ഹൈഡ്രജൻ മാത്രമല്ല, കൂടെ ഒരാളും കൂടെ വേണം. OH വേണം, Br വേണം, അല്ലെങ്കിൽ Cl വേണം. ഇതിൽ ആരെങ്കിലും ആയിരിക്കണം. അതായത് കാർബണും ഹൈഡ്രജനും ഒഴികെ വേറെ ആരെങ്കിലും ഒരാൾ കൂടെ വേണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് OH ആണ്. ഇവിടെ എടുത്തിരിക്കുന്ന ആരാണ്, OH ആണ്. OH വന്നാൽ അതിന് എന്താണ് പറയുക, ആൽക്കഹോൾ എന്നല്ലേ പറയുക. ഇവന്റെ പേരെന്താണ് നിങ്ങൾ പറഞ്ഞേ, 1 2 3 4 കാർബണിൽ ഒന്നാമത്തെ കാർബണിൽ OH, 1 ബ്യൂട്ടനോൾ അല്ലെങ്കിൽ ബ്യൂട്ടാൻ 1 ഓൾ, അങ്ങനെ എഴുതാം, ബ്യൂട്ടാൻ 1 ഓൾ.
ഇതിന്റെ പേര് എന്താണ്? 1 2 3 4 4 കാർബൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടേൻ. അതിൽ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് OH വരുന്നു. അപ്പോൾ ഇതിനെന്ത് പറയാം? ബ്യൂട്ടാൻ 2-ol. ഇവിടെ എന്തിൽ മാത്രമാണ് വ്യത്യാസം? 4 കാർബൺ ഉണ്ട്, 4 കാർബൺ ഉണ്ട്, പക്ഷെ OHന്റെ സ്ഥാനം മാത്രമാണ് വ്യത്യാസം. കാർബണും ഹൈഡ്രജനും ഒഴികെ ബാക്കി ആരെങ്കിലും അവിടെ വരുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കാം. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ് മാറുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനമാണ് മാറുന്നത്. കാരണം ഈ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യം എവിടെയായിരുന്നു? ഒന്നാമത്തെ കാർബണിലായിരുന്നു. ഇപ്പോൾ OH എന്ന് പറയുന്ന എത്രാമത്തെ കാർബണിലാണ്? രണ്ടാമത്തെ കാർബൺ അല്ലേ? ഇത് 1 ഇത് 2 രണ്ടാമത്തെ കാർബൺ. ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ സ്ഥാനം മാറി വരുന്നവയാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇവരുടെ മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള കാർബണുകളുടെ എണ്ണം എത്രയാണ്? 1 2 3 4 4 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എണ്ണം 3 5 7 9 10 10 ഹൈഡ്രജൻ ഉണ്ട്. 10 ഹൈഡ്രജൻ കൂടെ ഒരു ഓക്സിജൻ ഉണ്ട്. ഇതിലും അതുപോലെ 4 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ 10 എണ്ണം ഉണ്ട്, ഓക്സിജൻ 1 എണ്ണം ഉണ്ട്. എണ്ണി നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുന്നു, അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്. നോക്കണേ, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബൺ ഹൈഡ്രജനും ഒഴികെ കൂടെ ആരെങ്കിലും വേണം. ആ കൂടെയുള്ളവന്റെ സ്ഥാനം മാറണം. രണ്ടുപേരിലും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയിരിക്കണം. മനസ്സിലായോ? ഇവിടെ രണ്ടുപേരിലും ഉള്ളത് ആരാണ്? OH ആണ്. ഇവിടെ ഒന്നാമത്തെ കാർബണിൽ OH ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കാർബണിൽ OH എങ്കിൽ ഇത് പൊസിഷൻ ഐസോമെറിസമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ സ്ഥാനം മാറി വന്നാൽ അത് പൊസിഷൻ ഐസോമെറിസം. ഈ രണ്ടും കൂടെ കമ്പയർ എങ്ങനെ പറയാനറിയാവോ? നീണ്ടു കിടക്കുന്ന കാർബണുകളിൽ കാർബണുകളുടെ സ്ഥാനം മാറി വരികയാണെങ്കിൽ അത് ചെയിൻ ഐസോമെറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം, ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനമാണ് മാറുന്നതെങ്കിൽ അത് പൊസിഷൻ ഐസോമെറിസം. ഇനി ഇവിടെ നോക്കിക്കോളൂ, 1 2 3 പ്രൊപ്പൈൻ എന്ന് പറയുന്നതിൽ ഒരു ക്ലോറിൻ. എന്താണ് ഇതിന്റെ പേര്? രണ്ടാമത്തിൽ ക്ലോറിൻ അല്ലേ? ഇത് 2-chloro-propane ആണ്. 2-chloro-propane ആണ്. ഇവിടെ 1 2 3 കാർബൺ. പ്രൊപ്പൈനിൽ ഒന്നാമത്തതിൽ ക്ലോറിൻ എങ്കിൽ ഇതെന്ത് പറയാം? 1-chloro-propane. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാടാ? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്ലോറിൻ ആണ്. ക്ലോറിൻ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറി വരുന്നു അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറി. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയാൽ അത് പൊസിഷൻ ഐസോമെറിസം ആണ്. ഇവരുടെ മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം, എന്നിട്ടല്ലേ നമുക്ക് ബാക്കി പൊസിഷൻ ഐസോമെറിസം ആണെന്ന് പറയാൻ പറ്റുക. ഇതിനകത്തുള്ള കാർബണുകളുടെ എണ്ണം എത്ര? 1 2 3 കാർബൺ. ഹൈഡ്രജൻ എണ്ണം എത്രയാണ്? 3 3 6 1 7 7 ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ. ഇത് എഴുതാൻ മറക്കല്ലേ, ക്ലോറിൻ എഴുതാൻ മറക്കല്ലേ. C3H7Cl ആണ്. അതുപോലെ ഇവനിൽ നോക്കാം. ഇവന് 1 2 3 കാർബൺ, പിന്നെയോ 3 5 7 ഹൈഡ്രജൻ, 7 ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ. അപ്പോൾ ഇവിടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുന്നുണ്ട്. മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുന്നുണ്ടോ ഇല്ലെന്നോ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഇവന്റെ മോളിക്കുലർ ഫോർമുലയും ഇവന്റെ മോളിക്കുലർ ഫോർമുലയും സെയിം ആണ്. പിന്നെ ഇവരിൽ എന്താണ് വ്യത്യാസം? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ് വ്യത്യാസം. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ്, സ്ഥാനമാണ് മാറിയതെങ്കിൽ ഇത് പൊസിഷൻ ഐസോമെറിസം ആണ്. അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം എന്താണ്? കാർബണുകളുടെ സ്ഥാനം മാറി വരികയാണെങ്കിൽ ചെയിൻ ഐസോമെറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അവന്റെ സ്ഥാനമാണ് മാറി വരുന്നെങ്കിൽ അത് പൊസിഷൻ ഐസോമെറിസം. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പേ മാറിയാലോ? പക്ഷെ മോളിക്കുലർ ഫോർമുല സെയിമാണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എല്ലാം എണ്ണം സെയിം ആണ്. പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പേ മാറി. അങ്ങനെ വരുമോ സാർ? വരും സാർ. നോക്കൂ, ഇവിടെ ഇതിന്റെ പേര് എന്താണ്? 1 2 കാർബൺ, 2 കാർബണിൽ OH. എന്താണിത്? എഥനോൾ ആണ്. ഇത് എഥനോൾ. ഇതോ 2 കാർബൺ, ഇടയ്ക്ക് ഓക്സി ഗ്രൂപ്പാണ് വരുന്നത്, ഓക്സി. അപ്പോൾ ഇതിന്റെ പേര് എങ്ങനെയാണ് പറയുക? മെത്ത് ഓക്സി മീഥെയിൻ. എങ്ങനെയാണ്? മെത്ത് ഓക്സി മീഥെയിൻ എഴുതുന്നുണ്ട്. മെത്തോക്സി മീഥെയിൻ. ഇവരുടെ മോളിക്കുലർ ഫോർമുല നമുക്ക് എഴുതാം. ഇതിനകത്ത് 2 കാർബൺ അല്ലേ? കാർബൺ 2, ഹൈഡ്രജനോ 3 2 5 1 6 6 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ, ഹൈഡ്രജൻ 3 3 6 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. ആഹാ, മോളിക്കുലർ ഫോർമുല സെയിം ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുന്ന രണ്ടാളുകൾ. പക്ഷെ ഇതിൽ ഒന്നിൽ OHും മറ്റൊന്നിൽ Oയുമാണ്. ഉറപ്പിച്ചോ, ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയാൽ എന്താണ്? അത് ഫങ്ഷണൽ ഐസോമെറിസം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പേ മാറിയാൽ ഫങ്ഷണൽ ഐസോമെറിസം. ക്ലിയർ? മറ്റൊരാളെ കൂടെ തരാം നിങ്ങൾക്ക്. നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഐസോമെറിസത്തിൽ ഒരാൾ OHും ഒരാൾ ഓക്സിയുമാണ്. അതല്ലാത്ത കോംബോ വേറെയുണ്ട്. CHOയും COയും വരുന്നതും COOHും COOയും വരുന്ന കേസുകൾ, അതൊക്കെ +1 പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇതൊരൊറ്റ ആളെ മാത്രമേ പഠിക്കാനുള്ളൂ. ആൽക്കഹോളും ഈതർ എന്ന് പറയുന്ന, ഓക്സി എന്ന് പറയുന്ന ആൾ. ഈ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമേ സെയിം ആയിട്ട് വരുള്ളൂ. റെഡി? ഒന്നിൽ OH ഒന്നിൽ O. ഇങ്ങനെ ഇവർ രണ്ടുപേർ മാത്രമേ കോംബോ വരുള്ളൂ. അതുകൊണ്ട് നോക്കണ്ട, ഇതിൽ അടുത്തതിലും Oയും OHുമാണ്. ഇങ്ങനെയാണ് OHും Oയുമാണ് വന്നിരിക്കുന്നത്. ഇവരുടെ പേര് നമുക്ക് എഴുതാം. ഇവരുടെ പേര് എഴുതാം. 1 2 3 കാർബണിൽ OH വന്നാൽ എന്താണ്? ഒന്നാമത്തെ കാർബണിലാണ് OH എങ്കിൽ
1 പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ. അടുത്തതോ മെത്തോക്സി ഈഥെയ്ൻ. രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എത്ര എണ്ണമാണ് നമുക്ക് വേഗം നോക്കാം. കാർബൺ 1 2 3 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ 3 5 7 1 8 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. അടുത്തതിൽ കാർബൺ 1 2 3 കാർബൺ, ഹൈഡ്രജൻ 3 3 6 2 8 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുമ്പോൾ തന്നെ ഉറപ്പിക്കാം അത് ഐസോമേഴ്സ് ആണ്. അത് ഏത് ടൈപ്പ് ഐസോമർ ആണ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതിൽ OHും ഇത് Oയുമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പേ മാറിയെങ്കിൽ ഫങ്ഷണൽ ഐസോമർസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്ന 6 ആളുകളുണ്ട്. ഈ 6 ആളുകളിൽ ഓരോരുത്തരുടെയും ഐസോമറിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ഏത് ടൈപ്പ് ഐസോമർ ആണ് എന്ന് കൂടെ നിങ്ങൾ പറയണം. അതെങ്ങനെയാണ് പറയുക? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ വളരെ ഈസിയാണ്. ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിനകത്തുള്ള കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഉണ്ടെങ്കിൽ ഓക്സിജന്റെ ഒക്കെ എണ്ണം ഒന്ന് എഴുതി കൊടുക്കുക മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഒന്നാമത്തിൽ നോക്കാം. ഒന്നാമത്തത് CH3 CH2 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 CH3. അപ്പോൾ ഇതിനകത്തുള്ളത് ഇത് പെന്റെയിനാണ്. പെന്റെയിൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഒരു 5 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ ഒരു 12 എണ്ണം ഉണ്ടായിരിക്കും. റെഡി? ഒന്ന് എണ്ണി നോക്കുക. 3 3 6 6 6 12 ഹൈഡ്രജൻ. റെഡി? ഇനി അടുത്തലോട്ട് കിടക്കുന്നുണ്ട് 1 2 3 4. അത് ബ്യൂട്ടനോളാണ്. 1 ബ്യൂട്ടനോൾ അല്ലെങ്കിൽ ബ്യൂട്ടൻ 1 ആണ്. ഇതിനകത്തുള്ള കാർബണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4ഉം ഹൈഡ്രജനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10ഉം ഒരു ഓക്സിജനുമാണ്. അടുത്തതിൽ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ ആണിത്. ഇവന്റെ കാർബണുകളുടെ എണ്ണം 5 ആണ്, ഹൈഡ്രജനുകളുടെ എണ്ണം 12 ആണ്. റെഡി? അടുത്തത് 1 2 3 4 ബ്യൂട്ടൈനിൽ ഒരു OH. അപ്പോൾ 2 ബ്യൂട്ടനോൾ ആണ്. ഏതാണിത്? ഇത് 2 ബ്യൂട്ടനോൾ. നമുക്ക് അവരുടെ പേരൊന്നും വേണ്ട, മോളിക്കുലർ ഫോർമുല മാത്രം മതി. കാരണം ഐസോമർസ് ചോദിച്ചാൽ അത് നമുക്ക് എഴുതണ്ടുള്ളൂ. കാർബണുകളുടെ എണ്ണം പേര് ചോദിച്ചാൽ പേര് എഴുതണേ. ഐസോമർസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോളിക്കുലർ ഫോർമുല മാത്രം മതി. ഇതിനകത്തുള്ള കാർബണുകളുടെ എണ്ണം 4 ആണ്, ഹൈഡ്രജനുകളുടെ എണ്ണം 10 ആണ്, ഒരു ഓക്സിജനും ഉണ്ട്. അടുത്തത് 1 2 3 കാർബൺ ഒരു OH, 1 പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ ആണ്. ഇതിനകത്തുള്ള കാർബണുകളുടെ എണ്ണം 3, ഹൈഡ്രജനുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്, ഒരു ഓക്സിജനാണ്. അടുത്തതിൽ മെത്തോക്സി ഈഥെയ്ൻ ആണ്. പേരെന്താ? മെത്തോക്സി ഈഥെയ്ൻ. അപ്പോൾ ഇതിനകത്തുള്ള കാർബണുകളുടെ 3ഉം ഹൈഡ്രജൻ എണ്ണം 8ഉം ഒരു ഓക്സിജനുമാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് C5H12 ആണ്. C5H12 വരുന്ന ആരെങ്കിലും ഉണ്ടോ? അതാ ഉണ്ട്. ഇതാ C5H12 വരുന്ന ആരുണ്ട്? നോക്കുക. കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ എങ്കിൽ ഉറപ്പിക്കാം ഇതെന്താണ്? ഇതേതാണ്? കാർബൺ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഉറപ്പിക്കാം ഇത് ചെയിൻ ഐസോമേഴ്സ് ആണ്. ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് തരാം. ഇതും എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ്. ഓക്കെ, ഞാൻ എഴുതുന്നില്ല, മീൻസ് മൊത്തത്തിൽ അങ്ങോട്ട് ഇതാവേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് യെല്ലോ കളർ തന്നിരിക്കുന്നത് എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇനി അപ്പോൾ ആ 2 കോമ്പൗണ്ടിനെ മാത്രം എഴുതിയിട്ട് നേരെ എഴുതുക ചെയിൻ ഐസോമേഴ്സ് എന്ന് എഴുതുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് തരാം. C4H10O. വേറെ ആർക്കെങ്കിലും വരുന്നുണ്ടോ? C4H10O വരുന്നുണ്ട്. C4H10O. അപ്പോൾ രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ട് വരുന്നു. എങ്ങനെയാണ്? രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ട് വന്നാൽ ഇനി അത് ഏത് ടൈപ്പ് ഐസോമർ ആണെന്ന് മാത്രം നോക്കിയാൽ പോരെ. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഇനിയോ ഇവിടെ OH ഉണ്ട്, ഇവനിലും OH തന്നെയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയിട്ടില്ല. പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി, സ്ഥാനം മാറി. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയാൽ ഇതെന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അത് ഇവിടെ എഴുതി തരാമല്ലേ നിങ്ങൾക്ക്? നോക്കണേ, ഇതെന്താണ്? പൊസിഷൻ. ബ്ലൂ കളറിൽ കാണിച്ചില്ല, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ആദ്യം പറഞ്ഞത് ചെയിൻ ഐസോമേഴ്സ് ആണ്. അടുത്തതിലൂടെ ഞാൻ കിടക്കുന്നുണ്ട്. അടുത്ത ഞാൻ വേറെ കളറിൽ ബ്ലൂ കളറിൽ കാണിച്ചു തരാം. C3H8O. അടുത്തിലും C3H8O. ഇവരുടെ മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ OHും ഇവിടെ Oയുമാണ്. എങ്ങനെയാണ്? ഇവിടെ OHും ഇവിടെ Oയുമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പേ മാറി. ഫങ്ഷണൽ ഗ്രൂപ്പേ മാറിയാൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫങ്ഷണൽ ഐസോമർസം എന്ന് പറയാം, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോളിക്കുലർ ഫോർമുല സെയിം ആണോ അല്ലയോ എന്ന് നോക്കുക. ആണ് എങ്കിൽ അവരിൽ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ, പൊസിഷൻ ആണോ, ചെയിൻ ആണോ എന്ന് മനസ്സിലാക്കാമല്ലോ. ഇനി ഏത് ടൈപ്പ് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ ഞാൻ പതുക്കെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കാണോ വേണമെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ നിർബന്ധമായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാർട്ട് ഉപയോഗിച്ച് നിങ്ങൾ എല്ലാവരുടെ കമന്റ് ഞാനായിരുന്നു വായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നത്. എന്ത് ഡൗട്ട്സ് ഞാൻ ഷെയർ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ കിട്ടുന്ന ടോപ്പിക്ക് വേണം. താങ്ക് യു.